ഇമ്മിണി ബല്ലൂരി ഫാന്റെ മറ്റൊരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ചേട്ടനെ ചേച്ചിമാരെ വെൽക്കം ചെയ്യാം. അമ്മു, സൗഭാഗ്യ ചേച്ചി, വിവേകേട്ടാ, 3 പേർക്കും ഇമ്മിണി ബല്ലൂരി ഫാനിലേക്ക് സ്വാഗതം. താങ്ക് യു. എപ്പിസോഡ് തുടങ്ങല്ലേ? വെയിറ്റ്, എന്താണ് ഈ കാർഡൊക്കെ പുതിയൊരു സ്റ്റൈലൊക്കെ? അതൊക്കെ അങ്ങനെയാണ്. എനിക്കുള്ള സ്ക്രിപ്റ്റ് ഒന്നുമല്ല. ഈ നമ്മളെ വരുന്ന ആൾക്കാരുടെ പേര് റിംഷ ഇടക്കിടയ്ക്ക് മറക്കുമല്ലോ, അപ്പൊ അത് എഴുതി കൊടുത്തിട്ട് ഞാൻ 15 പേരുടെ പേരും ബൈ ഹാർട്ടാണ്. എന്നെ ഒരുപാട് കളിയാക്കരുത്. അപ്പൊ എനിക്കറിയോ, നിങ്ങൾക്കറിയോ 15 പേരുടെയും? ഒബ്വിയസ്ലി ഞാൻ പഠിച്ചു. പിന്നെന്താണ് കല്യാണം ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യനാ. ഒരിക്കലും നിങ്ങൾക്കുള്ള ക്വസ്റ്റ്യൻ ആണ്. എന്താണ് നമുക്കുള്ള ക്വസ്റ്റ്യനോ? എന്താണ് ആ ക്വസ്റ്റ്യൻ? ചോദിക്കൂ. ചുമ്മാ റാൻഡം ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ ആൻസർ പറയാം. ഓക്കെ, ഓരോരുത്തരെയും പറയാം. എന്തെങ്കിലും ചോദിച്ചാൽ എന്തെങ്കിലും അല്ല ചോദിക്കുന്ന. വിവേക് ചേട്ടൻ ഇല്ല, അങ്ങനെയല്ല, കോമൺ ആണ്, എല്ലാരും ആൻസർ ചെയ്യണം. വിവേകേട്ട ആദ്യം ആൻസർ ചെയ്തോളൂ. യെസ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. നിങ്ങളെ കുറിച്ച് കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഒരു റൂമർ. സ്പീൽബർഗ് വിവേക് ഗോപന്റെ ഡേറ്റിന് വേണ്ടി കാത്തിരിക്കുന്നു, എന്നിട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന ഫോട്ടോ. എന്ത് സംഭവം? എന്താ? ഞാൻ റൂമറാണ് ചോദിച്ചത്. എനിക്ക് ഇതൊക്കെ റൂമറാണ്. എന്റെ റൂമർ ഞാനല്ലേ തീരുമാനിക്കുന്നത്, കുട്ടിയാണോ കുട്ടി തീരുമാനിക്കുന്നത് എന്റെ റൂമർ? ഇതിപ്പോ എന്റെ പേരാണോ? സോറി, എന്റെ മേലെ തെറ്റ്. അമ്മു പറയോ? എന്തായിരിക്കും വിവേകേട്ട? എന്നെ പറ്റി വിവേകേട്ട കേൾക്കാൻ ആഗ്രഹിക്കുന്ന റൂമർ എന്താണ്? അമ്മു ദുൽഖറും പ്രണയത്തിൽ. ഒരു ഓസ്കാർ അവാർഡ് കിട്ടിയ ഫീലല്ലേ അമ്മു? ഇത്ര നല്ല ഓടി തുടങ്ങി സൂയിസൈഡ് പോയിന്റിലോട്ട്. ഓക്കെ, അപ്പൊ എന്റെ റൂമർ ആയില്ലേ, തിരിച്ച് കൊടുക്കണ്ടേ? അമ്മു പറയോ വിവേകേട്ടന്റെ റൂമർ? സൽമാൻ ഖാന്റെ കൂടെ നെക്സ്റ്റ് ഹീറോ, ഹീറോ ആയിട്ട് നെക്സ്റ്റ് മൂവി. അത് ശരിക്കാവണേ. അയ്യോ അല്ല, ട്രൂലി ബെസ്റ്റ് അങ്ങനെ. നിങ്ങൾ രണ്ടുപേരും കൂടി സൗഭാഗ്യ ചേച്ചിയെ പറയും. ഇത് സൽമാൻ ഖാൻ കാണണേ. മലയാളമാണ്. സൗഭാഗ്യ ചേച്ചിയുടെ റൂമർ, ഷീ ഗോണ ഡയറക്ട് എ ന്യൂ മൂവി. Oh my god. Maybe something like that, obviously. Okay, I think so. Good one. Next question. Okay, കുറച്ച് പേരുടെ പേര് പറയാം. ആർട്ടിസ്റ്റ് തന്നെയാണ്. അവര് സിനിമയിൽ അല്ലായിരുന്നുവെങ്കിൽ എന്തായിരിക്കും കുറച്ചുകൂടി അവർക്ക് ബെറ്റർ എന്നുള്ളത്? ഓക്കെ, മോഹൻലാൽ സെക്രട്ടേറിയറ്റിലെ അണ്ടർ സെക്രട്ടറി. ഒരു എനിക്ക് പെട്ടെന്ന് തന്മാത്ര സിനിമയാണ് എന്റെ മനസ്സിലാവുന്നത്. ഓക്കെ, 3 പേരും അതല്ല, ഓരോരുത്തർക്കും ഓരോ ഒപ്പീനിയൻ കാണുമല്ലോ. I think maybe ഒരു ഗുഡ് ഷെഫ് ആവാൻ ചാൻസ്, ബിക്കോസ് ഐ തിങ്ക് ഹി ലവ്സ് ഫുഡ് ആൻഡ് നല്ലോണം കുക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. അപ്പൊ മേ ബി എ ഷെഫ്. സൗഭാഗ്യ ചേച്ചി? പൊളിറ്റീഷ്യൻ. മമ്മൂട്ടി? അഡ്വക്കേറ്റ്. പ്രൊഫസർ? ഞാൻ പറയാൻ വന്ന സാധനം പോയി. ഓക്കെ, രജനീകാന്ത്? മേ ബി എ പൊളിറ്റീഷ്യൻ ഫോർ മീ. സൗഭാഗ്യ ചേച്ചി? ടെക്സ്റ്റൈൽ ഓണർ. ബൈക്ക് സ്റ്റണ്ടർ. വൈൽഡ് ഇമാജിനേഷൻ. ഓക്കെ, വിവേക് ഗോപൻ? വിവേക് ചേട്ടാ, ഞാൻ പറയാം മിലിറ്ററി ഓഫീസർ. ഒന്നുകൂടി ഉണ്ട്, ക്രിക്കറ്റ് പ്ലെയർ. ക്രിക്കറ്റ്. അത് റിംഷ പറഞ്ഞു. Stand-up comedian. Yeah, he can be a stand-up comedian. Okay. Saubhagya? Maybe a veterinary doctor. Because she loves pet. Yes. ഞാനാണെങ്കിൽ പറയും ഗവൺമെന്റ് UP സ്കൂളിലെ ടീച്ചർ. Yes. I love that. Motivational speaker. എനിക്ക് അങ്ങനെ തോന്നി. ആണല്ലേ? ഓ ഓക്കേ. Thank you. Yeah, maybe. Okay, മാളവിക നായർ. മാളവിക നായർ. അമ്മു? 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി. അയ്യോ, ഞാൻ സ്ഥിരം അതാണോ? അതേപോലെ ഇപ്പൊ തോന്നുന്നു. അമ്മൂനെ എനിക്ക് എപ്പോഴും അമ്മൂടെ ആറ്റിറ്റ്യൂഡ് ഒക്കെ നോക്കുമ്പോ ഒരു നല്ലൊരു IPS ആവാൻ നല്ല. അമ്മൂനെ ദേഷ്യം വന്ന് കണ്ടിട്ടില്ലല്ലോ, ഉടനായിട്ട് ദേഷ്യം വരും. How you saw that? അതൊരു വലിയ സീക്രട്ട്, നമ്മുടെ മാത്രം പേഴ്സണൽ സീക്രട്ട് ആണ്. Okay, she is right. Next question, ഒറ്റ വാക്കിൽ ഉത്തരം പറയുക. ഓക്കെ, വിവാഹം? ഒരിക്കലും കഴിക്കാൻ പാടില്ലാത്തൊരു സാധനം. ആ ദുഃഖങ്ങൾ അറിഞ്ഞ പലരും ഇവിടെ ഉണ്ടാവും. അവിടെയൊക്കെ
ചേട്ടാ പ്ലീസ് സപ്പോർട്ട് മീ. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ? വീട്ടില് തിരിച്ചു പോണ്ടാണ്. ചേച്ചി കാണുന്ന എപ്പിസോഡായിരിക്കും. ഗിറ്റാറൊക്കെ വെച്ച് വെളിയിരിക്കുക. അല്ല ഇവിടെ തന്നെ സ്ഥിരമാക്കാം. Okay, Ammu. Not in my mind right now. Okay, something after 2 years. Awards. Happiness, proud. I'm looking forward for one. വേട്ടാ താല്പര്യമില്ല. കാരണം നമ്മള് എന്റെ കൺസെപ്റ്റ് ആണ്. ബാക്കിയുള്ളവരുടെ എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ സ്വന്തമായിട്ട് അഹങ്കാരികളാക്കാനും രണ്ട് രീതിയിലും പറയും. അഹങ്കാരികളാക്കാനും ചാൻസ് ഉണ്ട്, അമ്മുനെ പോലെ ഇരിക്കാനും പറ്റും. അത് അല്ല ഞാൻ രണ്ട് രീതിയിൽ അഹങ്കാരികളാക്കാനും ഉണ്ട്. നമ്മള് സെൽഫായിട്ട് നമ്മളെ സ്വന്തമായിട്ട് ബൂസ്റ്റ് ചെയ്യാനും നല്ലതാണ്. ഓക്കെ, അടുത്തത് ഇമ്മണി വലിയൊരു ഫാൻ. Happiness. ഞാൻ പറഞ്ഞില്ല. പക്ഷെ ഇവരിൽ രണ്ടൊരു ഹാപ്പിനെസ് വരില്ലേ? എൻജോയ്മെന്റ്. അതെ, lot of fun, unlimited. നമുക്കൊന്നും ചിന്തിക്കേണ്ടേ വന്നില്ല ആക്ച്വലി. അപ്പൊ ആ ഒരു ഹാപ്പിനെസ്സോടെ തന്നെ നമുക്ക് ഈ എപ്പിസോഡ് തുടങ്ങാം. Yes. ആദ്യത്തെ ഫാനെ സ്വാഗതം ചെയ്യാം, ശ്രുതലക്ഷ്മി. ശ്രുതലക്ഷ്മി മൈ ഓൺ നേറ്റീവ് ഫാനാണ്. സുന്ദരിയായിട്ടുണ്ട് കേട്ടോ. എന്ത് പാട്ടാണ് പാടാൻ പോണേ? ഞാൻ ഇന്ന് സിന്ധു ഭൈരവി എന്ന മൂവിയില് ഞാനൊരു സിന്ധു. സൂപ്പർ മൂവി കണ്ടിട്ടുണ്ടോ? എനിക്ക് തോന്നുന്നു രാജാ സാറിന്റെ ഇളയരാജ സാറിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് സോങ് ആണ്. അതെ അതെ, കുറച്ച് ഡിഫിക്കൽട്ടും ആണ് പാടാനായിട്ട് അല്ലേ? ഒത്തിരി കഷ്ടപ്പെട്ടോ പ്രാക്ടീസ് ചെയ്യാൻ? ആണോ? ഇപ്പൊ എങ്ങനെയാ, കോൺഫിഡന്റ് ആണോ പാടാനായിട്ട്? കറേജിയസ് അല്ലേ, അങ്ങനെ വേണം പറയാൻ. അതുപോലെ ഞാനേ ഈ തമിഴ് പാട്ടുകളൊന്നും അധികം കേൾക്കാറില്ലായിരുന്നു. ഇപ്പൊ പറഞ്ഞ പുതിയ പാട്ടുകൾ ഇപ്പൊ ഭയങ്കര ഹിറ്റായിട്ടിരിക്കുന്ന പാട്ടുകൾ മാത്രം കേൾക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷെ ഇപ്പൊ ഈ എന്താ പറയാ, സുധലക്ഷ്മി വഴി നമ്മളെ ഇളയരാജ സാറിന്റെ ഫാൻ ആയെന്ന് അറിഞ്ഞതിന് ശേഷം ഇപ്പം ഇഷ്ടം പോലെ പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട്. രാജാ സാറിന്റെ ഒരുപാട് പാട്ടുകൾ ഞാൻ കേൾക്കാറുണ്ട്. അതൊക്കെ സുധലക്ഷ്മിയാണ് അതിനുള്ള ഒരു വഴി തുറന്നു തന്നത് എനിക്ക്. എനിക്ക് ലൈക്ക് സിംഗേഴ്സിൽ വൺ ഓഫ് ദി ഫേവറേറ്റ് സിംഗർ ആണ് ശ്രുതിലക്ഷ്മി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ശ്രുതിയുടെ വോയിസ്. ഭയങ്കര ക്യൂട്ട് വോയിസ് ആണ്. I just love her voice. ഫുൾ മോട്ടിവേഷൻ ആണ് ശ്രുതിലക്ഷ്മി. കാണിച്ചു കൊടുക്കണം. ഓക്കെ, അപ്പോൾ I'm eagerly waiting for her performance. All the very best. Thank you. All the best. Thank you. ശ്രുതിലക്ഷ്മി, all the best. Thank you. നാനൊരു സിന്ധു കാവടി ചിന്ത്, നാനൊരു സിന്ധു കാവടി ചിന്ത്, രാഹം പുരിയവില്ല, ഉള്ള സോഹം തിരിയവില്ല, തന്തയിരുந்தும் தாயும் இருந்தும் சொந்தம் எதுவுமில்ல, அது சொல்ல தெரியவில்லை. சோகம் தெரியவில்லை,
സിംഗിങ് കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. എന്റെ വല്യമ്മയുടെ പട്ടിയുടെ പേര് വിക്കിന്നാ. സൂപ്പർ ആയിരുന്നു. യെസ്, ശ്രുതിയുടെ പെറ്റ് നെയിം ചിക്കു എന്നാണ്. അങ്ങനെ ഞാൻ ചിക്കു ആരെയും കൊണ്ട് ചിക്കു ഷെയ്ക്കു എല്ലാം കൊണ്ടുവരുമായിരിക്കും. ഞാൻ എനിക്കൊരു ഷാർജയും കൂടാണ്. ഷാജി കേട്ടാ ഇവളെങ്ങ് ചിക്കു എന്നാണ് ശ്രുതിനെ വീട്ടില് വിളിക്കുക. അതുകൊണ്ടാണ് പെറ്റായിട്ട് വിളിച്ചതാണ്. നല്ല പേരല്ലേ. റിംഷയുടെ പെറ്റ് നെയിം എന്താ? എനിക്ക് പെറ്റ് നെയിം വെച്ചില്ല ചേച്ചി. എനിക്ക് വളരെ സങ്കടമുണ്ട്. എന്റെ വീട്ടിൽ പെറ്റ് നെയിം വെച്ചില്ല. റിംഷയുടെ വീട്ടിൽ പെറ്റിന്റെ നെയിം ഇല്ല. പിന്നെയാണ് റിംഷയുടെ പെറ്റ്. എന്റെ വീട്ടിൽ പെറ്റൊന്നും ഇല്ല. ഞാൻ തന്നെ വിവേക് ചേട്ടാ ഒരു പെറ്റ് നെയിം ഇട. മാമന്റെ മോളല്ലേ, ഒരു പെറ്റ് നെയിം ഇട്ട്. അയ്യോ നല്ല പേരിട്. വേഗം വേഗം സ്പോട്ടില്. കമോൺ. റിമ്മി. അയ്യോ സൗഭാഗ്യ ചേച്ചി വേണോ? വേണ്ട, സൗഭാഗ്യ ചേച്ചി ഇടും, അതാ നല്ലത്. കുറച്ച് സ്റ്റാൻഡേർഡ് ആയിട്ട്. ഞാൻ റിംഷനെ റിംസ് എന്നല്ലേ വിളിക്കാറുള്ളത്. അപ്പൊ അത് മതി. ഞാൻ റിംഷ എന്ന് വിളിക്കല്ലേ, റിംസ് ഞാൻ വിളിക്കാറുള്ളത്. സൗഭാഗ്യ ചേച്ചിക്ക് നല്ല പെറ്റ് നെയിം ഉണ്ട്. സക്കുട്ടി. സക്കുട്ടി. സക്കുട്ടി അത് ഈ ഫോർമേഷനിലൂടെ വന്ന ഒരു പേരാണ്. സൗഭാഗ്യ, സൗക്കുട്ടി, സൗ മാറി പിന്നെ സക്കുട്ടിന്ന്. ഇപ്പൊ എല്ലാരും സക്കുട്ടി എന്നാണ് വിളിക്കുന്നത്. അമ്മു ഓൾറെഡി വെൽ നോൺ ആണ്. അമ്മു. വിവേകേട്ടൻ എന്തായിരുന്നു? വിക്കി. വല്യമ്മയുടെ പട്ടിയുടെ പേര് വിക്കിന്നാ. അപ്പൊ നന്നായിട്ടുണ്ട്. എന്റെ അപ്പുറത്തെ വീട്ടിലെ പട്ടിയുടെ പേര് സാക്കുട്ടി എന്നാണ്. നല്ല വിശ്വസനീയമായ കഥ. പക്ഷെ ഞാൻ പറഞ്ഞ സത്യമാണ് കേട്ടോ, വിക്കി എന്നാണ് പേര്. വിക്കി മരിച്ചുപോയി. പക്ഷെ നമ്മൾ ഈ പട്ടി വിക്കി മരിച്ചുപോയി. പക്ഷെ അതെ. എനിവേ മൂവിംഗ് ഓൺ ടു ദി കമന്റ്സ്. സൗഭാഗ്യ ചേച്ചി. ശ്രുതിലക്ഷ്മി ബ്യൂട്ടിഫുൾ സിംഗിങ് കേട്ടോ, ഒരു രക്ഷയില്ലായിരുന്നു. നന്നായിട്ട് പാടി ശ്രുതി. എവറി ടൈം ശ്രുതിലക്ഷ്മി ഇങ്ങനെ വന്ന് വേറെ ഒരു മൂഡ് ക്രിയേറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. ഇവിടെ നമ്മൾ ഇപ്പം എക്സിസ്റ്റിംഗ് അല്ലാതെ വേറെ ഏതോ ഒരു ലോകത്തെത്തിയതുപോലെ ഇരിക്കുമ്പോൾ ഉള്ള പാട്ട് കേൾക്കുമ്പം എനിക്ക് തോന്നുന്നത് ശ്രുതിലക്ഷ്മി സാഡ് മ്യൂസിക്കിന്റെ ക്വീൻ ആണെന്ന് തോന്നുന്നു. അങ്ങനെയുള്ള പാട്ടുകൾ പാടി അത് ബലിപ്പിക്കാനായിട്ട് യു ആർ ദ ക്വീൻ എന്ന് എനിക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ശ്രുതിലക്ഷ്മി സൂപ്പർബായിട്ട് പാടി. ആൻഡ് അനുപല്ലവിയിൽ ചെറിയ ചെറിയ ട്രബിൾസ് ഉണ്ടായിരുന്നു. അപ്പം ചരണ ഞാൻ കുറച്ചും കൂടി ശ്രദ്ധിച്ച് കേട്ടു. ചരണ വാസ് ഫാർ ബെറ്റർ. ചരണ ആയപ്പോഴത്തേക്കും ഫുൾ കോൺഫിഡൻസ് എനിക്ക് മുഖത്ത് കാണാൻ പറ്റി. എനിക്കൊന്ന് ശ്രുതിലക്ഷ്മി നോട്ട് ചെയ്തിട്ടുണ്ടാവും. അനുപല്ലവിയിൽ വന്ന് ചെറിയ ചെറിയ മിസ്റ്റേക്സ് നോട്ട് ചെയ്തു. അത് കറക്റ്റ് ചെയ്യാനുള്ള ഒരു പ്രിപ്പറേഷനിലായിരുന്നു ആ BGM ടൈമിൽ മൊത്തം. അത് കഴിഞ്ഞ് ചരണം പാടിയപ്പോഴത്തേക്കും ഫ്ലോലെസ് ആയിരുന്നു, ഉഗ്രനായിരുന്നു. പല്ലവി ആൻഡ് ചരണം വാസ് ദി ബെസ്റ്റ്. സൂപ്പറായിട്ട് പാടി, ഒത്തിരി ഇഷ്ടപ്പെട്ടു. എൻ്റെ ഫേവറേറ്റ് മൂവിയാണ്. അതിനകത്ത് നല്ലൊരു സോങ് തന്നെ സെലക്ട് ചെയ്തു. ശ്രുതിലക്ഷ്മി ഒട്ടും ഡിസപ്പോയിൻറ്റ് ചെയ്തില്ല. കീപ് അപ്പ് ദ ഗുഡ് വർക്ക്. കൺഗ്രാറ്റുലേഷൻ. അമ്മു. ചിക്കു. എനിക്കിഷ്ടായിട്ട് ആ പേര്. പാട്ടും അതുപോലെ കീടലനായിരുന്നു. ശ്രുതിയുടെ ഒരു ബെസ്റ്റ് തിങ് വെച്ചാൽ ഇതുവരെയ്ക്കും നമ്മൾ അയ്യോ പോരായിരുന്നു ശ്രുതിനെ ഇതുവരെയ്ക്കും ശ്രുതി പറയിപ്പിച്ചിട്ടില്ല. ടച്ച് വുഡ് അതേപോലെ തന്നെ ഇരിക്കട്ടെ, ഈ ഗ്രാഫ് മാളിക്ക് എന്നെ പോയിക്കോട്ടിരിക്കട്ടെ. എനിക്ക് ശ്രുതിയുടെ പാരൻസിൻ്റെ അടുത്താ ചോദിക്കാനുള്ളത്. ശ്രുതിയുടെ ഇതുവരെ കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പെർഫോമൻസ് ഏതായിരുന്നു? ഊർസന വന്ന ഗാനം വളരെ നല്ലൊരു പെർഫോമൻസ് ആണ്. അതാണ് എപ്പോഴും ഓർത്തിരിക്കുന്നത്. അതെ, കേട്ട ആളുകളുടെ ഫീഡ്ബാക്കും അങ്ങനെ തന്നെയാണ്. അതെയോ? അതെ. അത് ശരി. സ്കൂളിലൊക്കെ പോയപ്പോ എന്താ പറഞ്ഞു? എല്ലാരും നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ പെർഫോമൻസ് എല്ലാവർക്കും ഇഷ്ടമായോ? ബ്യൂട്ടിഫുൾ സിംഗിങ്. എന്റെ ഈ പ്രമോ നമുക്ക് അയച്ചു തരുമല്ലോ, വാട്സാപ്പിലൂടെ പ്രമോ വരുമല്ലോ. അപ്പൊ യൂഷ്വലി എൻ്റെ അമ്മ പ്രമോ ഒന്നും അങ്ങനെ ശ്രദ്ധിക്കാറില്ല. ഈ പ്രമോ ഞാനിങ്ങനെ ഡൈനിങ് ടേബിളിൽ നിന്ന് ഇങ്ങനെ പ്ലേ ചെയ്തപ്പോഴത്തേക്ക് അമ്മ കിച്ചണിൽ നിന്ന് ഓടി വന്നു. അത് ആരാ പാടുന്നത്, എന്ത് രസമായിട്ടാണ് പാടുന്നത് എന്നിട്ട് അമ്മ എൻ്റെ നിന്ന് ഫോൺ മേടിച്ചിട്ട് ആ പ്രമോ ഒന്നുകൂടി കണ്ടു. ആൻഡ് അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ശ്രുതിലക്ഷ്മി ആ പാടിയത്. ഒരു കൊച്ചുകുട്ടി ഈ പാട്ട് എത്ര രസമായിട്ടാണ് പാടുന്നതെന്ന് പറയാൻ പറഞ്ഞു. ഞാൻ മറന്നുപോയി പറയാനായിട്ട്. ഓൾമോസ്റ്റ് കുറേ പേര് എനിക്കും മെസ്സേജ് ചെയ്തിരുന്നു ശ്രുതിയുടെ ആ ഒരു പെർഫോമൻസ് കഴിഞ്ഞിട്ട്. കാരണം അത്രയും മാജിക്കലായിരുന്നു ആ ഒരു പെർഫോമൻസ്. ആ ഒരു പാട്ടാണ് എൻ്റെ ഫേവറേറ്റ്. ഭയങ്കര രസമായിരുന്നു ആ പാട്ട്. സീരിയസ് ആയിട്ടും സൗഭാഗ്യ ശരിക്കും കരഞ്ഞാണെന്നൊക്കെ ചോദിച്ചു എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സൊക്കെ. ശരിക്കും കരഞ്ഞാണോ, എന്ത് പറ്റിയതൊക്കെ. അപ്പം അത്
ശരിക്കും ഞാൻ അങ്ങനെ ഒരു പബ്ലിക് പ്ലേസിൽ മാക്സിമം പിടിച്ചു നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ കരയാൻ ഒരിക്കലും ഇഷ്ടമില്ലാത്ത ഒരാളാണ്. അപ്പം എനിക്ക് അത്രയും ഞാൻ വിങ്ങി പൊട്ടിപ്പോയി. എനിക്ക് അത്രയും വിഷമം വന്നു മോളെ. എനിക്ക് തോന്നുന്നു അതൊരു സിംഗറിന്റെ ടാലന്റ് തന്നെയാണ്, എത്രത്തോളം ഒരാൾ ആ സ്റ്റേറ്റ് ഓഫ് മൈൻഡിലേക്ക് കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളത്. എനിക്ക് തോന്നുന്നു ശ്രുതിയുടെ ഏറ്റവും ബെസ്റ്റ് തിങ് അതാണ്. ഇമോഷണലി ലിസണേഴ്സിനെ പിടിച്ചിരുത്താൻ പറ്റുന്ന ഒരു പവർ ആ വോയിസിനുണ്ട്. അതൊരു വലിയ ബ്ലെസ്സിങ് ആണ്. അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ. റൈറ്റ് ചോയ്സ് ആണ് സുബ്ബലക്ഷ്മിയുടെ ഒരു ഇങ്ങനത്തെ സോങ് സെലക്ഷൻസ് ആണെങ്കിലും. പെർട്ടിക്കുലർലി ഇളയരാജ സാറിന്റെ ഫാൻ ആവാൻ ബെസ്റ്റ് ആളാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. വൺ ഓഫ് ദി ബെസ്റ്റ് ഫാൻ ഓഫ് എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു ശ്രുതി. അപ്പൊ അടുത്ത റൗണ്ടിൽ ഇതേപോലെ നമ്മളെ കൊണ്ട് ഇനി നല്ല നല്ല കമന്റ്സ് പറയിപ്പിക്കാം. ഓക്കെ, എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. കീപ് ഇറ്റ് അപ്പ്. വിവേകേട്ടാ, ഇതിന് വലിയ കമന്റ് ഒന്നും എന്റെ കയ്യിൽ ഇല്ല തരാൻ. അത്ര മനോഹരമായിട്ട് പാടി അതിനനുസരിച്ചുള്ള കമന്റുകൾ കിട്ടുകയും ചെയ്തു. ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഈ അതാ പറഞ്ഞ ഈ സോങ് സെലക്ട് ചെയ്യുന്ന സോങ്സ് എല്ലാം ശ്രുതിയുടെ സൗണ്ടുമായിട്ട് ഭയങ്കര മാച്ചിങ് ആണ്. നന്നായിട്ട് പാടാൻ പറ്റുന്നുണ്ട്. അതൊക്കെ ഭയങ്കര വലിയ ഭാഗ്യമാണ്. പിന്നെ ആ കോൺഫിഡൻസ് നമുക്ക് ഓരോ സ്റ്റേജ് കഴിയുന്നവരും ഓരോ ലെവലിലോട്ട് പോകുന്നതോറും നമുക്ക് ആ കോൺഫിഡൻസ് തന്നെ കാണാൻ പറ്റുന്നുണ്ട് ശ്രുതിയുടെ. വളരെ മനോഹരമായിരുന്നു. അതുപോലെ അച്ഛനടുത്ത് പ്രത്യേകം പറയണം, പ്രൊമോഷൻ കിട്ടിയതിന്റെ ചെലവ് കിട്ടിയിട്ടില്ല. ഇതുവരെ ഇപ്പൊ ഈ നമ്മുടെ ഈ ഇമ്മിണി വലിയൊരു ഫാൻ എന്ന് പറഞ്ഞാൽ ഫുൾ ഷോ കഴിഞ്ഞാലും പ്രൊമോഷൻ കിട്ടിയിട്ടില്ല കേട്ടോ. അവിടെ ഇരിക്കുന്നു, ഇപ്പൊ വരും. ശ്രുതിയുടെ ഞാൻ വേറൊരു കാര്യം അറിയാൻ സാധിച്ചു. ശ്രുതിയുടെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ടാണ് ശ്രുതിയുടെ ചേച്ചി. ഇവർ രണ്ടുപേരും പിരിഞ്ഞിരുന്നിട്ടേ ഇല്ലാതെ. അപ്പൊ ചേച്ചിക്ക് ക്ലാസ് ഒക്കെ ഉള്ള കാരണമാണ് വരാൻ പറ്റാത്തത്. അപ്പൊ ഷൂട്ടിന് ഇവിടെ പെർഫോമൻസ് ചെയ്യുമ്പോൾ ചേച്ചി അവിടെ ഇരുന്ന് കരയൊന്ന് വരാൻ പറ്റാതെ. ശ്രുതിന് അത്ര കൂടെ പിരിഞ്ഞിരിക്കാൻ പറ്റാത്ത ഒരു ചേച്ചിയാണ്. അപ്പൊ നെക്സ്റ്റ് ടൈം വരുമ്പോ ചേച്ചി കൊണ്ടുവരണം കേട്ടോ, ഫോർ ഷുവർ. എന്റെ ഒരു സ്പെഷ്യൽ അന്വേഷണം പറയണം. എന്തായാലും ശ്രുതി ഇപ്പൊ ചേച്ചി ഇവിടെ വന്നിട്ടില്ലല്ലോ. അപ്പൊ ചേച്ചി എവിടെയെങ്കിലും കാണുകയാണെങ്കിൽ എന്തെങ്കിലും ഒരു കുഞ്ഞു സോങ് എന്തെങ്കിലും ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇപ്പൊ പാടാമോ എന്തെങ്കിലും ഒരു സോങ്? ഓക്കെ, ചെറിയ ഡെഡിക്കേഷൻ ചേച്ചിക്ക് വേണ്ടി. ഓക്കെ, ശ്രുതിലക്ഷ്മി സൂപ്പർബായിട്ടുണ്ട്. ആ സിസ്റ്റർക്ക് ഇനി എന്താ വേണ്ടല്ലേ? ഇതിലും ബെസ്റ്റ് ഒരു ഡെഡിക്കേഷൻ ഇനി എവിടെ നിന്നാ കിട്ടുക? സോ ഗുഡ്. ഞങ്ങൾ ഒത്തിരി എൻജോയ് ചെയ്തു. ചേച്ചിക്ക് വേണ്ടിയിട്ടാണെങ്കിൽ ഡെഡിക്കേഷൻ എങ്കിലും കൂടി ഞങ്ങളാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് കേട്ടിട്ട്. ഒരു പാട്ട് പറഞ്ഞപ്പോൾ 3 പാട്ട് പാടിക്കുന്നു. മാഷപ്പ് നന്നായിട്ടുണ്ട്. ഇത് ആരുടെ ഐഡിയ ആയിരുന്നു? അച്ഛൻ്റെ ആണോ?
എനിവേ നല്ല സോങ് സെലക്ഷൻ, ജോയിൻ ചെയ്തൊക്കെ നല്ല രസമുണ്ടായിരുന്നു. വെരി ഗുഡ്. ശ്രുതിലക്ഷ്മി, എന്തായാലും ഇതൊരു അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ചേച്ചി വളരെ ഹാപ്പി ആയിരിക്കും എന്തായാലും. ചേച്ചി അവിടെ നിന്ന് കാണുന്നുണ്ടാവും എന്തായാലും. ഞങ്ങളൊക്കെ ഒരു ഹായ് ചേച്ചിക്ക്. നന്നായി മിസ് ചെയ്യുന്നുണ്ട്. അടുത്ത പ്രാവശ്യം വരുമ്പോ കൂട്ടിക്കൊണ്ടുവരോ? അപ്പോ എല്ലാം ശരിയാക്കാം. ഓക്കെ, മിസ്സിംഗ് ഒക്കെ ശരിയാക്കാം. അതുപോലെ തന്നെ ഏറ്റവും വലിയ നന്ദി അവർക്കാണ് പറയേണ്ടത്. ഇത്രയും പെട്ടെന്ന് അവർ പടം കമ്പോസ് ചെയ്ത് അവര് കൂടെ പിടിച്ചതിന് വലിയ കൈയ്യടി. എനിവേ ശ്രുതിലക്ഷ്മി, ഓൾ ദി ബെസ്റ്റ്. എന്താ ശ്രുതിക്ക് എന്തോ പറയാണ്ടല്ലോ? അത് അവിടെ പാലക്കാട് ഒരു മെഫിൽ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. അതിൽ സാജൻ സാർ, പിന്നെ ബിജി ആൻറ്റി, പിന്നെ ജലീലങ്ങൾ, അങ്ങനെ കുറേ പേരുണ്ട്. ഒരു ഭയങ്കരമായിട്ട് സപ്പോർട്ട് ഉണ്ട്. അപ്പം അവർക്ക് ഒരു ഹായ് കൊടുക്കും. ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്ന അവർക്ക് എല്ലാവർക്കും അമ്മുൻ്റെയും എൻ്റെയും അപ്പോൾ ശ്രുതി, ഓൾ ദി വെരി ബെസ്റ്റ്. നെക്സ്റ്റ് സ്റ്റേജിലേക്ക്. താങ്ക് യു ചേച്ചി. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ചേട്ടാ. ശ്രുതി, ഓൾ ദി ബെസ്റ്റ്. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതിന് നല്ല തകർപ്പൻ പെർഫോമൻസുമായി ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. Till then, this is Rimsha signing off from Immini വലിയൊരു ഫാൻ. Fashion partner for Vivek Gopan, Malavika Nair and Rimsha, Central Mall, Trivandrum. Costume courtesy for Saubhagya Venkatesh, Fashion Floor, India. Accessories courtesy for Malavika Nair and Rimsha, Alfonsa.